വെൽക്കം ബാക്ക് ടു തസി ടെയിൽസ്. ഇന്ന് നമ്മൾ ഒരു ബീഡ്സ് ആർട്ടാണ് കാണിക്കാൻ പോകുന്നത്. തപ്സി ചെയ്തതാണ് ഇത്. ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഈ ബോക്സിനുള്ളിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ബ്രേസ്ലെറ്റ് ആക്കാം, ഹെയർ ബാൻഡ് ആക്കാം, മാല ഉണ്ടാക്കാം. ഓക്കെ, വാവ്, പല കളറിലും പല ഷേപ്പിലുള്ള ഭംഗിയുള്ള കുറേ ബീഡ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ അതിനുള്ള ത്രെഡ്, നമുക്ക് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു ത്രെഡും ചെറിയൊരു കത്രികയും പിന്നെ നമ്മളുടെ മാലയോ ബ്രേസ്ലെറ്റോ ഒക്കെ ആക്കാനുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. ഇന്ന് തപ്സി ഒരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി തപ്സി ഇതിൽ നിന്ന് നല്ല നല്ല ബീഡ്സൊക്കെ സെലക്ട് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വയ്ക്കും. തപ്സിക്ക് ഇഷ്ടമുള്ള ബീഡ്സ് സെലക്ട് ചെയ്യലാണ് ഇങ്ങനത്തെ വലിയ പരിപാടി. അവൾക്ക് ഒന്നെടുക്കും, പിന്നെ അതിഷ്ടാവില്ല, പിന്നെ വേറൊന്നെടുക്കും, പിന്നെ അതിഷ്ടാവില്ല. അങ്ങനെ പിന്നെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പിങ്കിനോടൊരു അഫെക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് പിങ്ക് ഐറ്റംസാണ് കൂടുതലും എടുക്കുന്നത്. ഇതാ പൂവാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ചെറിയ പൂവാണ്. ഉണ്ടോ? അതിൻ്റെ ഇടയിൽ ഒരാളുടെ കളിയൊക്കെ ഉണ്ട്. നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലുണ്ടാക്കാൻ. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമല്ല, അതിൽ നിന്ന് പെട്ടെന്ന് ഇളകിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം നടുവിൽ വരുന്നതൊന്ന് സെലക്ട് ചെയ്ത് അതിലേക്ക് ഇടണം. പിന്നെ ഓരോന്നായി അതിൻ്റെ സൈഡിൽ രണ്ടിനും മാച്ചായി ഇടണം വീതം നമ്മളത് ഇട്ടുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ടപ്സ് ചെയ്ത് ആദ്യം ഇവിടെ ഒരു മഞ്ഞ ഇട്ടു, പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് ഒന്നുകൂടി വേറൊരു മഞ്ഞയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയിൽ സമയമെടുത്ത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. പിന്നെ എന്താ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതെടുത്ത് വായിലിട്ട് മുട്ടായി ആണെന്നൊക്കെ തോന്നി വായിലിട്ട് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം തൊണ്ടയിലൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ചെറിയ കുട്ടികളുടെ അടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇതിൻ്റെ ബോക്സ് വളരെ നല്ല ബോക്സാണ് കേട്ടോ. കാരണം നമുക്കത് പൂട്ടി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും സ്പില്ലാവുമോ, ഇനി തപ്സിക്ക് തന്നെ അത് ഒറ്റയ്ക്ക് തുറക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ബോക്സാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് പെട്ടെന്ന് പുറത്തേക്ക് ചാടില്ല. ഓരോന്നോരോന്നായി സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ മീനിൻ്റെ ഷേപ്പുണ്ട്, ഫ്ലവറിൻ്റെ ഷേപ്പുണ്ട്, ശംഖിൻ്റെ ഷേപ്പുണ്ട്. അങ്ങനെ വളരെയധികം രസകരമായ പലതരം ഷേപ്സ് ഉണ്ട് കേട്ടോ. മുട്ടായിയുടെയൊക്കെ ഷേപ്പുണ്ട്. തപ്സിക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് എപ്പോഴും കൺഫ്യൂഷനാണ്. പിന്നെ ഒരു സെറ്റ് മുഴുവൻ വളരെയധികം നല്ല കളർഫുള്ളായിട്ടുള്ള ബീഡ്സും ഒരു അടുത്ത സെക്ഷൻ മൊത്തം ഇതുപോലെയുള്ള ലൈറ്റ് കളർ, ഒരു പേസ്റ്റൽ കളർ ടൈപ്പിലുള്ള അധികം കുത്തുന്ന കളറല്ലാത്ത കുറച്ച് ബീഡ്സുമാണുള്ളത്. നോക്കിക്കോ, ഇതുവരെ നമ്മളിങ്ങനെ ആക്കി ആമയും ശംഖും മീനും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അടിപൊളി ഹെഡ് ബാൻഡാണ് കേട്ടോ. ഇനി അങ്ങനെ അറ്റം വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതൊരു സെക്യൂർ ആക്കാൻ വേണ്ടി ഒരു സാധനമുണ്ട്. അതവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കമ്മലിൻ്റെ ഒക്കെ ബാക്കിലിടുന്ന സാധനമാണ്, കണ്ടില്ലേ? അത് നമ്മളതിന് വെച്ച് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം താഴേക്ക് പോരില്ല. അതുകൊണ്ട് അതവിടെ സെക്യൂറായിട്ട് നിൽക്കും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് വെക്കാൻ വേണ്ടി, കാരണം നമ്മൾ ഈ സൈഡിൽ നിന്ന് ഞെക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് പോവും. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇതുപോലെ തപ്സി ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കി, അത് കെട്ടാൻ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല ഭംഗിയില്ലേ ഗൈസ്? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.